അമേരിക്കയിൽ നിന്ന് LPG വാങ്ങാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഒരു കൊല്ലത്തേക്കുള്ള കരാറിൽ ഒപ്പിട്ടു. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ LPG അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത്. എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തിയെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ? ആര്യ, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ മായിട്ടുള്ള വ്യാപാര കരാറിലേക്ക് ഒപ്പിടാനുള്ള നീക്കം ശക്തമായി എന്നുള്ളൊരു സൂചനയാണ് ഇത് നൽകുന്നത്. അതായത് ഊർജ്ജ മേഖലയിലുള്ള സഹകരണമാണ് അമേരിക്ക വലിയ തോതിൽ ഇന്ത്യക്ക് മേൽ ഉയർത്തിയിരുന്നത്. ആ സമ്മർദ്ദം റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നത് നിർത്തണം തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും കൂടുതൽ ഇത്തരത്തിൽ എത്തനോൾ അല്ലെങ്കിൽ LPG തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അത് ബാലൻസ് ചെയ്യുന്ന ഒരു തരത്തിലേക്കുള്ള ചർച്ചകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇന്ന് അത് വ്യക്തമാക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ അടുത്ത കൊല്ലം 2026 ഒരു കൊല്ലത്തേക്ക് ഏകദേശം 2.2 മെട്രിക് ടൺ LPG അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. US-ന്റെ ഗൾഫ് കോസ്റ്റ് വഴിയായിരിക്കും ഇത് ഇറക്കുമതി നടക്കുന്നത്. IOCയും BPCLും HPCLും ഇത് സംബന്ധിച്ച ചർച്ചകൾ അമേരിക്കയുടെ ഊർജ്ജ കമ്പനികളുമായി എണ്ണ കമ്പനികളുമായി നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നൽകുന്ന വിവരം. ഏകദേശം 50,000 കോടി രൂപ ഇത് ചെലവാകും എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തലാണ് ഉള്ളത്. പക്ഷേ അക്കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന വന്നിട്ടില്ല. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ലക്ഷ്യമിട്ടുള്ള ഒരു നടപടി എന്ന് മാത്രമാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്.